ഹലോ, ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ ഇന്ന് വന്നപ്പോൾ ഞാൻ കരുതി എൻ്റെ സ്റ്റഡി ടേബിൾ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ. അതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ മുന്നേ എപ്പോഴും ആ ഒരു പ്ലേസ് നല്ല ഭംഗിയായിട്ട് ഇരുന്നിട്ട് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ ബ്ലാക്ക് വാൾപേപ്പർ പണ്ട് ഞാൻ ഇതിൻ്റെ ടേബിളിൻ്റെ മുകളിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിപ്പോൾ എന്തോ അതിഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കിച്ചൺ മേക്ക് ഓവർ ചെയ്തതിൻ്റെ ബാക്കി വാൾപേപ്പർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഇതൊന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ച് വെറുതെ വെക്കാം, ഒട്ടിക്കണ്ട എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് കരുതി ശരി ഒട്ടിച്ചേക്കാം, പഴയ ടേബിളല്ലേ, അപ്പോൾ അത് കുറച്ച് വൃത്തിയായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മുകളിൽ തന്നെ അത് ഞാൻ വാൾപേപ്പറൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല, അതിൻ്റെ മുകളിൽ തന്നെ ഒട്ടിക്കാന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ബുക്കുകളെല്ലാം അവിടെ നിന്ന് മാറ്റി ആ ഷീറ്റ് എടുത്തതിന് ശേഷമാണ് ആദ്യം വെച്ച് നോക്കണമല്ലോ. നമുക്ക് ഇത്രയും ഒരു വലിപ്പം ഫുള്ള് വരത്തില്ല, ഹാഫിന്ന് നമ്മൾ പകുതി ഒട്ടിക്കേണ്ടത്, അതിൻ്റെ ഒരു വൃത്തികേടുണ്ടാവും അത്. പക്ഷേ സാരമില്ല. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ ഇങ്ങനത്തെ ഇപ്പുറത്തെ സൈഡ് വെച്ച് നോക്കി, ഇപ്പുറത്തെ സൈഡ് വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഇഷ്ടമായത് മേലെ മാത്രം വേണ്ട, കുറച്ചുകൂടെ താഴെയും കൂടെ വെക്കുന്ന കാരണം കാണുമ്പോൾ ഒരു കുറച്ചുകൂടെ ഭംഗി വേണമല്ലോ. അപ്പം താഴെയും കൂടെ വരുന്ന രീതിയിൽ ഒട്ടിക്കാം എന്നുള്ള ഐഡിയയിൽ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് എനിക്കത്ര പിടിച്ചില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെച്ച് നോക്കി, അപ്പോൾ അതിൻ്റെ സൈഡ് കറക്റ്റായിട്ട് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെയാണ് കറക്റ്റ് എന്നുള്ളത്. നമ്മളിങ്ങനെ പല സൈഡും അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കും, പക്ഷേ ഏതാണോ ശരിയാവണത് അവിടെ അങ്ങ് വെച്ചങ്ങ് ചെയ്യും. ചിലപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും വരത്തില്ല, പക്ഷെ അവിടെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണല്ലോ നടക്കാൻ പോകുന്നത്. എന്തായാലും ഞാൻ ഈ വാൾപേപ്പറിൻ്റെ ഭ്രാന്തിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് വാൾപേപ്പർ വാങ്ങിയിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു വീഡിയോ ഇടാം. കാരണം എൻ്റെ വീട് മുഴുവനും നോക്കുകയാണെങ്കിൽ റൂമുകളിലെല്ലാം പലതരം വാൾപേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പല സൈസിലും പല ക്വാളിറ്റിയിലും ചിലതൊക്കെ വാങ്ങിയപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം ക്വാളിറ്റിയേ ഇല്ല, പൈസ നല്ല ഉണ്ടാവും. ഒരു വോൾ ഫുള്ള് ചെയ്യണമെങ്കിൽ എങ്ങനെയെങ്കിലും 2500 രൂപയെങ്കിലും വരും. അപ്പോൾ കിച്ചൺ മേക്ക് ഓവർ ചെയ്ത് ഇത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഇതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നല്ല സൂപ്പറാട്ടോ. ഇതൊരു കാർഡ്ബോർഡ് നമുക്കൊരു പെട്ടി ഡെക്കറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് നല്ല കിടുവാണ്. അപ്പോൾ ഇത് ഞാൻ സൈഡിലേക്ക് ഒട്ടിച്ച് ഞാനിപ്പോൾ സാധാരണ വാൾപേപ്പർ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അതിൻ്റെ അടിവശത്തുള്ള പേപ്പർ വലിച്ചെടുത്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിങ്ങനെ ഒട്ടി വരും. പക്ഷേ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇത് നല്ല കണ്ണാടി പോലെയുള്ള സാധനമാണ്. അപ്പം മേശയുടെ ശരിക്കും പറഞ്ഞാൽ ആ ബ്ലാക്ക് കളർ എടുത്ത് കളയണമായിരുന്നു. ആ ബ്ലാക്ക് കളർ ശരിക്കും കാണുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ചെറിയ മക്കളൊക്കെ ഇതിങ്ങനെ നുള്ളിപ്പറിച്ചെടുക്കുമ്പോൾ അതിങ്ങ് പോരും. അതൊരു ഇത് തന്നെയാണ്. പണ്ടിവിടെ ഞാൻ വാൾപേപ്പർ ആദ്യമായിട്ട് ചെയ്തൊരു സമയത്ത് ഇവിടെ കുറച്ച് പേര് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അവരുടെ മകള് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഇളക്കി അത് കയ്യിൽ എടുത്ത് എനിക്കിന്ന് ഓർമ്മയുണ്ട്. ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ കൊണ്ട് പലപ്പം നഖം വെച്ചിട്ടൊക്കെ മാന്തി എടുക്കാൻ നോക്കും. കുട്ടികൾക്ക് അതൊന്നും ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക ചെയ്യേണ്ടത് അമ്മമാർ. ആരും നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ മക്കളെയും കൂട്ടി പല വീടുകളിലും പോകും, പക്ഷേ ആ മക്കളെന്താ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നേരം തന്നെ അത് അപ്പം തന്നെ കണ്ടതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അത് കൈവച്ച് ഒട്ടിച്ച് വെക്കുകയും ചെയ്തു. അത് പറിച്ചിങ്ങെടുത്തു, അതാണ് സംഭവം. അപ്പം കുട്ടികളൊക്കെ ഉള്ളിടത്ത് ഇതുപോലെ ചെയ്യാതിരിക്കുക. നമ്മൾ വലിയവർക്കുള്ള മേശകളൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. എനിക്ക് നല്ല ഒരു പോസിറ്റീവായിട്ട് നല്ലൊരു ഇതായിട്ട് കാണാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞാനത് ഫുള്ള് വലിച്ചെടുത്ത്, ശരിക്കും പറഞ്ഞാൽ ഇത് വാൾപേപ്പറിൻ്റെ ആ ഒരു അന്നേരം തന്നെ നമ്മൾ ഒട്ടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒട്ടത്തില്ല. പക്ഷേ ഇത് ഇളക്കണം എന്നുണ്ടെങ്കിൽ ഇളക്കി വേറെ ഒട്ടിക്കാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഇളക്കാൻ നിൽക്കാവൂ. കാരണം ഭയങ്കരമായിട്ട് ഇത് എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇളക്കി എടുക്കുക. അങ്ങനെ മറ്റുള്ള വാൾപേപ്പർ ഇളകി പോരുന്ന പോലെ ഒന്നും ഇത് വരത്തില്ല, മഹാവൃത്തികേടായിട്ട് വരും. അപ്പം ഇത് പഴയ ഒരു ടേബിളാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്യുന്നത്. നിൽക്കുന്നിടത്ത് വരെ നിൽക്കട്ടെ എന്നുള്ള ഒരു ഇതിൽ.
അപ്പം പക്ഷേ എനിക്ക് ചെയ്തു വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയായിരുന്നു. അതും വൈറ്റ് കളറൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ആ ഒരു മേശയുടെ ആ ഒരു ലുക്കേ മാറി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കിത് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല, ഫോഴ്സും ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനൊന്നും അധികം വിലയില്ല, മറ്റുള്ള വാൾപേപ്പർമാരി അത്രയും വിലയൊന്നുമില്ല. പിന്നെ ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ളത്, നമുക്ക് ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് കിട്ടി, അത് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇത് വെച്ചിട്ടൊരു പെൻ സ്റ്റാൻഡ് കവർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ചെടികൾ നമുക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയാണ്. ഇത് വെച്ചിട്ട് തന്നെ ഇവിടെ ഒരു പൈപ്പിന് ഒരു ഡെക്കറേഷൻ സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏറ്റവും കൂടുതൽ യൂസുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ ഷീറ്റായിട്ടാണ് സംഭവം വരുന്നത്. ഞാനിത് കിച്ചണിലും അവിടെ ഇവിടെയൊക്കെ ഉപയോഗിച്ചതിൻ്റെ ബാക്കി കഷ്ണങ്ങളാണ്. അപ്പോൾ അത് വെച്ച് ഞാൻ വെറുതെ മറ്റേത് കട്ട് ചെയ്യേണ്ട, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ വൃത്തികേടാണെന്ന് മനസ്സിലായി. പിന്നെ ശരി, അവിടെ നിന്ന് അതിൻ്റെ പീസ് എടുക്കണ്ട, ഫുൾ ഒരു പീസ് തന്നെ കട്ട് ചെയ്ത് എടുക്കാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പം ഞാൻ അതെല്ലാം മാറ്റി വെച്ചു. അത് വേണമെങ്കിൽ വേറൊരു എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഒരു വലിയ പീസ് തന്നെ എടുത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അതിലേക്ക് പോയി. കാരണം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് കുറച്ച് ഇത് മതിയല്ലോ. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ എടുത്തിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ കത്രിക വെച്ചിട്ട് കറക്റ്റ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്തെടുക്കാൻ നല്ല ഈസി കേട്ടോ. അത്രയും പീസേ വേണ്ടുള്ളൂ, ചെറിയൊരു പീസേ വേണ്ടുള്ളൂ. അപ്പോൾ ആ ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇനി അത് ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഫുള്ള് വരത്തില്ല. എന്നാലും ഇത് ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ടിരിക്കട്ടെ എന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ആ പശ ഉള്ളത് എടുത്ത് കളഞ്ഞിട്ട് വേണം ഒട്ടിക്കാൻ. അപ്പോൾ അതെടുത്ത് ശേഷം ഞാൻ ആ ബാക്കിയുള്ള ഭാഗം കൂടെ ഒട്ടിക്കും. പക്ഷേ ഇതെനിക്ക് ശരിക്ക് മുന്നേ അറിയാം, ഇത് ഒട്ടിക്കുമ്പോഴത്തേക്ക് അവിടെ വൃത്തികേടായിട്ട് വരും. അങ്ങനെ അത് ഒട്ടിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് എൻ്റെ കയ്യിൽ നിന്നങ്ങ് കീറിപ്പോയി. പിന്നെ അത് തന്നെ ഉപയോഗിക്കണമല്ലോ എന്നുള്ള ഇതിൽ ഞാൻ അത് തന്നെ ഒട്ടിച്ചു, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഞാൻ വലിച്ചു, ഭയങ്കരമായിട്ട് ഞാൻ ശക്തിയായിട്ട് വലിച്ചപ്പോൾ അത് അവിടെ നിന്ന് കീറിപ്പോയി. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അത് ഒട്ടിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ആ ഒരു എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാൽ, അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയാൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഐഡിയയും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാനത് പ്രയോഗിച്ചു. അതുകൊണ്ട് അത് ഭംഗിയായിട്ട് തന്നെ വന്നു. പിന്നെ ചെറിയ പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഒരു സൈഡ് എന്തായാലും മുകളിലത്തെ സൈഡ് ആ ഒരു ചെറിയൊരു ഭാഗം ക്ലിയറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടിക്കുന്നതിൻ്റെ ഇടയിൽ ക്യാമറ കുറച്ചുകൂടെ പിറകോട്ട് വയ്ക്കണമായിരുന്നു. ഞാൻ ക്യാമറ വച്ചത് കുറച്ച് മുന്നോട്ടായിപ്പോയി. അതുകൊണ്ടാണ് കുറച്ച് എന്താ പറയുക, കുറച്ചും കൂടെ ഇതായിട്ട് കാണാൻ പറ്റുമായിരുന്നു. എൻ്റെ അടുത്ത് പറ്റിയൊരു അബദ്ധമാണ്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ എന്തായാലും ആ സൈഡ് ഞാൻ കത്രിക വെച്ച് എക്സ്ട്രാ ഉള്ളത് വെട്ടി. ഇപ്പം നിങ്ങൾ നോക്ക് എങ്ങനെ മേശയുള്ളതെന്ന്, ഭംഗിയില്ലേ? അപ്പോൾ അത് ഈ ഒരു സൈഡ് ഇങ്ങനെ വൃത്തിയായിട്ടിരുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇപ്പുറത്തെ സൈഡും മോശമായിട്ടുണ്ടാവും. അപ്പോൾ പകുതി പീസ് കണ്ട ഈ സൈഡ് എനിക്ക് വൃത്തിയായിട്ട് തോന്നി. അപ്പോൾ അവിടെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും തോന്നിയപ്പോൾ ഞാൻ അവിടെ ചെറിയ പീസ് വെച്ച് ചെയ്യാമെന്നുള്ള ഒരു ഇതിൽ ചെറിയ പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമെന്നുള്ളത്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ എന്നാലും എനിക്ക് തോന്നി അത് ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും ചെയ്തത് വെറുതെ വേസ്റ്റാവും. അപ്പോൾ ആ സൈഡൊക്കെ ഞാൻ ക്ലിയറായിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അത്ര ഇതായിട്ട് ഭംഗിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കുക. ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും മീഷോയിലായാലും എവിടെയായാലും ഈ ഒരു വാൾപേപ്പർ വൈറ്റ് കളറ് പീസായിട്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കിച്ചൺ മേക്ക് ഓവറിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ പറയുന്നുണ്ട് അത് എങ്ങനെയുള്ളതെന്നൊക്കെ. അപ്പോൾ അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത്. പിന്നെ വാൾപേപ്പർ അടിച്ചു കഴിഞ്ഞാൽ ആമസോണിലായിക്കോട്ടെ, ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ, മീഷോയിലായിക്കോട്ടെ, ഏതൊക്കെ വെറൈറ്റി വേണോ അതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതിൽ നോക്കുമ്പോൾ പഴയ ചെറിയ ചെറിയ പീസ് വെച്ച് അവിടെ ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു.
ഞാനിങ്ങനെ വെച്ച് നോക്കുകയാണ്. കാരണം എനിക്ക് കൂടുതലായിട്ടൊക്കെയാണ് തോന്നിയത്. പക്ഷേ പീസ് കുറച്ച് വലുതാണ്, പിന്നെ കട്ട് ചെയ്ത് പിന്നെയും വേസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ കത്രിക കാണുന്നില്ല. ഞാൻ കത്രിക തപ്പി നടക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു സ്വഭാവം. എവിടെയെങ്കിലും ഇതൊക്കെ കാര്യമായിട്ട് വെക്കും, പിന്നെ നോക്കുമ്പോൾ കാണത്തില്ല. അവിടെ തന്നെ കാണും, പക്ഷെ അത് എന്തെങ്കിലും അടിയിലോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് കത്രിക വെച്ച് എത്രത്തോളം വേണോ അത് കട്ട് ചെയ്ത് ഞാൻ പീസാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം അത് ആ കറക്റ്റ് ഇതിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണം. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ക്രാഫ്റ്റുകളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്താണ് നമ്മൾ ഏത് ഭയങ്കര എക്സ്പീരിയൻസ് ആവുന്നത്, ഇത് എങ്ങനെ കട്ട് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഞാൻ ട്രെയിനിങ് സെൻറ്ററിൽ നിന്നേ പഠിച്ചൊരു സംഭവമാണ്. പേപ്പർ കട്ടിംഗ് ഒക്കെ കറക്റ്റ് ഇതിൽ എങ്ങനെ വെട്ടാം, എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ എല്ലാം പഠിക്കുന്നത് നമ്മൾ അവിടെ നിന്നാണ്. അതൊരു ശരിക്കും 2 വർഷത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ചെറിയ തമാശയുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പഠിച്ചിട്ടുണ്ട് ശരിക്കും. അന്നൊക്കെ എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞ് ഓടി പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നായിരുന്നു ചിന്ത. പക്ഷേ ഇപ്പം ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നത് ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ പഠിപ്പിച്ച അധ്യാപകരിൽ നിന്നോ എനിക്ക് കിട്ടിയ ഗുണങ്ങളാണ്. അത് ഇപ്പം നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഞാനത് അവിടെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ സ്കൂൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഐഡിയ എങ്ങനെ കിട്ടുന്നു, ആ 2 വർഷത്തെ ട്രെയിനിങ്ങിൻ്റെ പുറത്ത് കിട്ടുന്ന ഒരു ഇതാണ്. അന്ന് എനിക്കതൊരു തമാശയായിരുന്നു. അന്ന് എനിക്കത് ഒരു താല്പര്യമില്ലാതെ കിടന്ന് കരഞ്ഞു വിളിച്ചിട്ടൊക്കെ പോയൊരു ഇതാണ് ഞാൻ ശരിക്കും ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്ററിൽ. ഒരുപാട് എഴുതാനും റെക്കോർഡുകളും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് അവിടുത്തെ ഒരു സ്ഥാപനത്തിൽ ഹൈലൈറ്റ് ആയിരുന്നു എൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. സാർമാരെല്ലാം ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു. എല്ലാ സാർമാരും, മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, സയൻസ് ടീച്ചർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ റെക്കോർഡുകളിൽ എനിക്ക് നല്ല മാർക്കും കിട്ടിയിട്ടുണ്ട്. ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഇതായിരുന്നു. പിന്നീട് ലാസ്റ്റ് ഇയറിലൊക്കെ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന പുറത്തുനിന്നുള്ള ആൾക്കാർ അവരും ഇയാളുടെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണോ എന്ന് വരെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം നോക്കുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള ആ ഒരു പരിശീലനവും അവിടെ നിന്നുള്ള ആ ഒരു അവർ പറഞ്ഞു തന്ന അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള നമ്മളുടെ എക്സ്പീരിയൻസും ഒക്കെയാണ് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടുന്നത്. അപ്പം പിന്നീട് ഞാൻ എത്രയോ സ്കൂളുകൾ വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ശരിക്കും പറഞ്ഞാൽ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ ചെറിയ എമൗണ്ടിന് എന്തിനാ ഈ ടീച്ചർ ജോലിക്കൊക്കെ ഇടയ്ക്ക് പോകുന്നതെന്ന്. ചില സ്ഥലത്തൊന്നും പ്രൈവറ്റിലൊന്നും പൈസ ഉണ്ടാവില്ല. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടാൽ പോലും അവർ തരുന്നത് അത്രയും ചെറിയ എമൗണ്ടാണ്. പക്ഷെ ഞാൻ പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ 2 വർഷം ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അത് കാശിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന മെയിൻ കാശ് എന്നുള്ള ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാമില്ല. അതേപോലെ ഞാൻ ലാസ്റ്റ് കേന്ദ്രീയ വിദ്യാലയയിൽ അതും എനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുതിയ CBSE സ്കൂളിൽ പോയി അതിനെക്കുറിച്ച് പഠിച്ച് അവിടെ ക്ലാസ് എടുക്കുമ്പോഴും അവിടുത്തെ രീതികളും ഒക്കെ ഇപ്പോഴും അവിടെ പുതിയ രീതികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ അതൊക്കെ നല്ല ടെൻഷനായിരിക്കും. നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ അത് നമ്മൾ പഠിച്ചെടുക്കും. നമ്മൾ അവിടുത്തെ രീതികൾ പഠിച്ചെടുക്കും. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇല്ലെങ്കിൽ കുട്ടികളുടെ റെക്കോർഡ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, കറക്ഷൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ പല സ്കൂളുകളിൽ പോകുമ്പോൾ പല രീതികളായിരിക്കും. അതൊക്കെ ഞാൻ പഠിച്ചെടുത്തത് അവിടെ നിന്നാണ്. അപ്പോൾ എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും നമ്മളെ ലൈഫിൽ ഏറ്റവും പാഠം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചാണ് നമ്മളതിലേക്ക് പെർഫെക്റ്റ് ആവുന്നത്. ഞാനിതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ PGക്ക് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, പിറകിലുള്ള കാര്യങ്ങൾ എൻ്റെ മൈൻഡിലൂടെ ഓടിപ്പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് തന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എനിക്ക് പഠിക്കാനുള്ള നല്ലൊരു സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അവിടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ പഴയതിലിരുന്ന് എനിക്ക് പഠിക്കാമല്ലോ. പക്ഷേ എനിക്ക് സ്വയം തോന്നി ഇല്ല, ഇവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം, ഞാൻ പഠിക്കുന്ന സ്ഥലം കുറച്ചും കൂടെ
ഇനി എനിക്ക് ഡിസംബറിൽ എക്സാമാണ്, അതിന് ടൈം ടേബിൾ ഉണ്ടാക്കണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് എനിക്ക് ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ ഇന്ന് വന്നത്. പക്ഷേ ഞാൻ തുറന്നു നോക്കിയപ്പോൾ, ഞാൻ അതിൻ്റെ മുകളിലൊന്നും നോക്കിയില്ലായിരുന്നു, തുറന്നു നോക്കിയപ്പം 2 ബുക്കേ ഉള്ളൂ, അതായത് 2 പേപ്പറിൻ്റെ ബുക്കേ ഉള്ളൂ. ഇതെന്താ ഇവരിങ്ങനെ അയച്ചതെന്നുള്ളൊരു ഡൗട്ട് വന്നു. പിന്നീട് അതിൻ്റെ ഫ്രണ്ട് പേജ് നോക്കിയപ്പോൾ MS2 MS3 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അടുത്ത പാക്ക് ഇനി വരത്തേ ഉള്ളൂ എന്നുള്ളത്. ആദ്യത്തെ ഒരു ഗഡു, കാരണം ഇതെല്ലാം കൂടെ ഒന്നിച്ച് അയക്കുമ്പോൾ ബുക്ക് എവിടെയെങ്കിലും മിസ്സാവുമെന്ന് വിചാരിച്ചിട്ട് അവർ 2 ആയിട്ടാണ് അയക്കുന്നത്. ഒരുപാട് ബുക്ക് അയച്ചിട്ടുണ്ട് അവർ. ഇതൊക്കെ വായിച്ചിട്ട് എപ്പോൾ തീരുമോ എന്തോ എന്നുള്ളത് കണ്ടപ്പോൾ അത് ഒന്നുകൂടെ ടെൻഷൻ. പക്ഷേ ഞാൻ ഓൾറെഡി ആമസോണിൽ ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നോട്ട്സ് എഴുതിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്റ്റഡി മെറ്റീരിയൽ വന്നപ്പോഴാണ് എനിക്ക് ചൂട് കയറിയത്. പഠിക്കണം. അപ്പോൾ എനിക്ക് മേശയൊക്കെ വൃത്തിയാക്കണം എന്നൊക്കെ തോന്നി. അതിൻ്റെ ഇടയിൽ നമ്മളെ ധ്രുവക്കുട്ടീനെ പിടിച്ചിട്ട് ഞാൻ ഇതിലിരുത്തി കേട്ടോ. ധ്രുവിൻ്റെയും പിന്നെ ഈ മേശയുടെയും കളർ ഒരുപോലെ ഇല്ലേ. അതുകൊണ്ട് ഞാൻ അവനെ പിടിച്ച് ഇവിടെ കിടത്തി. അപ്പോൾ അവനെ കാണാനില്ലല്ലോ. അവനെ കാണുന്നുണ്ടോ നിങ്ങൾ ക്ലിയറായിട്ട്? ആ വെള്ളയിൽ കറുപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ ക്ലിയറായിട്ട് കണ്ടേനെ. അവൻ ഇത്രയും നേരം ഞാൻ ഇതെല്ലാം ഒട്ടിക്കും അവൻ എൻ്റെ കൂടെ താഴെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവനെ ഞാൻ എടുത്തതാണ്. കാരണം കഷ്ടമല്ല, കുറേ നേരമായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് എടുക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് അവനെവിടെ ഒക്കെ വെച്ചതാണ്, ഒന്ന് കൊഞ്ചിക്കാൻ. പക്ഷേ അതിൻ്റെ ഇടയിൽ പറ്റിയെന്ന് വെച്ചാൽ അവൻ്റെ മുഖം ഇതിൽ ക്ലിയർ ആവില്ല കേട്ടോ. കാര്യം വെച്ചാൽ ക്യാമറ കുറച്ച് താണു പോയി. ഞാൻ വെച്ചതൊന്ന് ലൂസായി താഴോട്ട് പോയി. അപ്പം ഞങ്ങളുടെ 2 പേരുടെയും തല കുറച്ച് കട്ടാണ്. അപ്പം ധ്രുവിനെ കൊഞ്ചിച്ച് കുറച്ച് നേരം അതിനുമായിട്ട് കളിച്ച്, കാരണം ഞാൻ ഇതെല്ലാം ഒട്ടിച്ച് വന്നപ്പം ഞാൻ ഒന്ന് ബോറായി. അപ്പോൾ അവനുമായിട്ട് കുറച്ച് നേരം കളിച്ചു. ഇപ്പോഴൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് അവൻ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും പൊക്കിയെടുക്കാൻ പറ്റത്തില്ല അവനെ. അപ്പം ഇപ്പം അതുകൊണ്ട് ഞാൻ കിട്ടുന്ന ചാൻസ് അവനെ പിടിച്ച് പൊക്കും. പിന്നെ ഞാൻ എന്ത് ജോലി ചെയ്താലും എൻ്റെ കൂടെ ജിമ്മൂസ് വന്ന് നിൽക്കുന്ന പോലെ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കും. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ വരും. ഇപ്പം എല്ലാം സെർച്ചിങ് ടൈമാണ് അവന്. എന്തൊക്കെയുണ്ട്, ഇതെന്താ ചെയ്യുന്നത് എല്ലാം അറിയാനുള്ള ഇത്. പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് എപ്പോഴും കിടക്കുന്നത് ഞാൻ ഇരിക്കുന്ന കസേരയുടെ അടിയിലായിരിക്കും അവൻ കിടക്കുന്നത്, അല്ലെങ്കിൽ മേശയുടെ അടിയിലായിരിക്കും വന്ന് കിടക്കുന്നത്. അത് നമ്മളുടെ പ്രസൻസ് എപ്പോഴും വേണം. അതുകൊണ്ട് എപ്പോഴും അവിടെ വന്ന് കിടക്കുക. അപ്പോൾ ഞാനൊരു പെൻ സ്റ്റാൻഡ് വെച്ചില്ലേ, ഇത് ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് ഞാൻ നല്ലൊരു ഐഡിയയിൽ ഉണ്ടാക്കിയൊരു സംഭവമാണ്. ഇതും അതുപോലെ ബുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴയ കാർഡ്ബോർഡ് വെച്ചിട്ട് ഞാൻ ഷെൽഫാക്കി ഞാൻ എന്നെ ഒട്ടിച്ചെടുത്ത് ഉണ്ടാക്കിയതാണ്. സൈഡിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഒരു ഭംഗിയാണ് ബുക്കൊക്കെ വെക്കാനും അടുക്കി വെക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ പെൻ സ്റ്റാൻഡ് ആണെങ്കിൽ ഞാൻ ഈ റൗണ്ട് പോലെ നമ്മളുടെ വാൾപേപ്പർ മേടിക്കുന്ന റൗണ്ട് കിട്ടും. ആ റൗണ്ട് കട്ട് ചെയ്തെടുത്ത് അത് ഒരു കാർഡ്ബോർഡിൻ്റെ മേലെ ഒട്ടിച്ചെടുത്താണ് ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് പൈപ്പൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ ചെയ്യാം കേട്ടോ. ഈ പെൻ സ്റ്റാൻഡൊക്കെ നല്ല സൂപ്പറായിട്ട് ഒരേപോലെ കട്ട് ചെയ്തെടുക്കുന്നുള്ള സാധനം ഉണ്ടെങ്കിൽ പിന്നെ എളുപ്പമാണ്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കത്തിയൊക്കെ വെച്ച് മുറിക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുപോലെയുള്ള പഴയ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്. അപ്പം ഞാൻ ബുക്കുകളൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഞാൻ ലൈബ്രറി ബുക്കും ഇതുപോലെ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ കുറേ ഡയറികളുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, പിന്നെ ഞാൻ വായിക്കുന്ന ബുക്കുകൾ, ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ബുക്ക് ഓർഡർ ചെയ്യുമ്പോൾ ഒരേപോലത്തെ ചിലപ്പോൾ ഞാൻ മാറി സെയിം ബുക്ക് തന്നെ ചിലപ്പോൾ ഓർഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ എല്ലാം എഴുതി വയ്ക്കും. കുറേ ദിവസം അതിങ്ങനെ വായിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഓക്കെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇഗ്നോറിന്ന് വന്ന ബുക്കുകളെന്ന് പറയുന്നത്. ഇതുപോലെ വലിയ ബുക്കും ഇതുപോലെ ചെറിയ ബുക്കും ഉണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് തല ഇറങ്ങി കേട്ടോ. ഒരുപാടുണ്ട് വായിക്കാൻ. ഇതൊക്കെ പഠിച്ചെടുക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അതേപോലെ പഠിച്ചെടുക്കുന്ന കാര്യം കഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ബുക്കുകളാണ് അവർ അയച്ചിട്ടുള്ളത്. ഇതൊരു 2 പേപ്പറിൻ്റെ ബുക്കാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി 2 പേപ്പറിൻ്റെ അടുത്ത വരാനുണ്ട്. ഇത് തന്നെ കണ്ടിട്ട് തല ഇറങ്ങുന്നു. അപ്പോൾ അടുത്ത വന്നാലുള്ള അവസ്ഥ ഒന്നും പറയണ്ട. അപ്പം എന്തായാലും എനിക്കൊരു വാശിയാണ് PG എടുക്കണം എന്നുള്ളത്. ഈ ഒരു ഏജിൽ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. ഇതുവരെ എനിക്കത് പറ്റിയിട്ടില്ല. പക്ഷെ അത് ഏജൊന്നും ഒരു പ്രശ്നമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഏത് ഏജിലിരുന്ന് പഠിക്കാം. അതൊന്നും പിന്നെ ഇപ്പം ഞാൻ മോള് വലുതായി, അവൾ കോളേജ് കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ള സമയം കിട്ടും.
എൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള സമയം കിട്ടും. അവരുടെ കാര്യവും നോക്കുന്നുണ്ട്, എൻ്റെ കാര്യവും നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പഠിത്തവും വീട്ടിലെ കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാം ഞാൻ ഒന്നിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊരു സൈഡിലേക്ക് ഒതുക്കി വെക്കും. ഞാനെല്ലാം ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കുന്നുണ്ട്. എനിക്കതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ പേടിയുണ്ടായിരുന്നു അത് ഇളകി പോരുമെന്നുള്ളത്. കാരണം അത്ര കട്ടിയൊന്നുമല്ല കാർഡ്ബോർഡ്. ഞാനൊരു സ്റ്റൈലിന് ആക്കി വെച്ച് ഇത് ഞാൻ സെപ്റ്റംബറിലേക്ക് അസൈൻമെൻറ്റ് എഴുതി വെച്ച് അതാണ്. അത് ഞാനൊരു ഫയലിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും അതിൽ കുറേ പരിപാടികളുണ്ട്. അപ്പം അത് ഇതുപോലെ ഫയലിലാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ അത് ചീത്തയാവാതെ നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നീടുള്ളത് ഈ ഒരു നോട്ട്ബുക്ക് 450 രൂപയാണ് ഈ നോട്ട്ബുക്കിന് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി നോട്ട്ബുക്കിൻ്റെ വില കേട്ടപ്പോൾ. പിന്നെ നമ്മൾ എഴുതിയത് പിന്നീട് യൂസൊന്നുമില്ല, അത് കഴിഞ്ഞല്ലേ. പക്ഷെ ഇത്രയും വിലയുടെ ആയിരുന്നെന്ന് അറിഞ്ഞില്ല. പക്ഷേ റെക്കോർഡ് ബുക്കിനൊക്കെ ഭയങ്കര വിലയാണ്. അത് റെക്കോർഡ് ബുക്ക് പോലത്തെ ബുക്കാണ്. പക്ഷേ എനിക്ക് ഒറ്റ ബുക്കായിട്ട് വേണം എന്നുള്ളത് കൊണ്ട് ഞാനത് വാങ്ങി. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ മൊബൈലിൽ എനിക്കൊരു മെസ്സേജ് വന്നു. ഒക്കെ വാട്സപ്പൊക്കെ ചെക്ക് ചെയ്തു. അങ്ങനെ എല്ലാം കൂടെ ഞാൻ ഒരുവിധം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് തോന്നുന്നു. PGക്ക് ജോയിൻ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേര് കളിയാക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമായിരുന്നു. നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഇവരെന്തിനായി കളിയാക്കുന്നതെന്ന്. പലർക്കുമുള്ളൊരു ധാരണയുണ്ട്, ഏജ് ആയല്ലോ ഇനി എന്തിനാ പഠിക്കുന്നത്, ഇനി എന്തിനാന്നുള്ളത്. ഈ പഠിക്കുന്നത് നാളെ നമ്മൾ ഒരു ഡിഗ്രി നേടുന്നു, നമ്മൾ കുറേ വിവരം വയ്ക്കുന്നു, നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നു, നമുക്ക് ഒരുപാട് നോളേജ് കിട്ടുന്നുണ്ട്. അതിൽ വായിക്കുമ്പോൾ എന്താ കിട്ടുന്നത്, നമുക്ക് ഒരുപാട് നോളേജ് കിട്ടും. ഈ വായിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഉത്തരം എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് എനിക്കറിയില്ല. പലരും പരിഹസിക്കുന്നു, അവരെ കൊണ്ട് ഇതിനൊന്നും വയ്യ. പക്ഷേ നമ്മളെ അങ്ങ് പരിഹസിച്ച് ഇതെന്തിനാ ഇപ്പോൾ ചെയ്യുന്നത്, ഈ വയസ്സിൽ എന്തിനാ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അവരെ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഇത്രയും താഴ്ന്ന ലെവലിലാണല്ലോ നമ്മളുടെ മലയാളികൾ ചിന്തിക്കുമ്പോൾ ഭയങ്കര ഒരു ഇത്. ഈ മലയാളികൾ മാത്രമല്ല, ഇപ്പം വേറെ ലാംഗ്വേജിലുള്ള ആൾക്കാരായാലും ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവർ നമ്മൾ പറയുമ്പോൾ അയ്യോ ആണോ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനെ അറിയാം അവർക്ക് ആ ഡിഗ്രി എടുക്കുന്നത് കൊണ്ട് നാളെ എന്ത് ഗുണമുണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊരു സ്കൂളിൽ പോകുമ്പോൾ നമുക്കൊരു PG ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു വാല്യൂ, ആ വാല്യൂ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. നമുക്ക് ഡിഗ്രി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ സ്കൂളിൽ എല്ലാ ടീച്ചേഴ്സിൻ്റെയും മുന്നിൽ എന്താ പഠിച്ചത്, ഡിഗ്രിയാണ്. ട്രെയിനിങ് സെൻറ്ററിൽ ആ ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞു, ഇപ്പോൾ PGയും കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴുള്ള ഒരു കിട്ടുന്ന മറ്റുള്ളവരുടെ മുന്നിൽ കിട്ടുന്ന നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. അത് നമ്മൾ എഡ്യൂക്കേഷൻ വഴിയേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. ഞാൻ ഒരുപാട് സ്കൂളുകളിൽ മാറി വർക്ക് ചെയ്ത ആളാണ്. ഞാൻ ഇതുവരെ പിടിച്ചു നിന്നിട്ടുള്ളത് എൻ്റെ ഗവൺമെൻറ് ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ എനിക്ക് തരുന്ന റെസ്പെക്റ്റ്. ഞാൻ KVയിലും ഉള്ളപ്പോൾ പോലും എന്നോടുള്ള റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ്, അത് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റാണ് എൻ്റെത്, പ്രൈവറ്റിൽ പോയി എടുത്തതല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും വാല്യൂ ഉണ്ട് ആ സർട്ടിഫിക്കറ്റിന്. അപ്പോൾ ഇനിയുള്ളത് എനിക്കിപ്പം പോയിട്ട് ഞാൻ ഇപ്പം ആലോചിക്കുന്നത് കറസ്പോണ്ടൻസ് എടുക്കാമായിരുന്നു, റെഗുലറായിട്ട് പോകാൻ പറ്റുമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു റെഗുലറായിട്ട് പോകാൻ പറ്റുമെന്നുള്ളത്. പോകാമായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ചിന്തിച്ച് പോകുന്നുണ്ട്. കാരണം ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരാനുണ്ടാകുമ്പോൾ ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ടിരുന്ന് പഠിക്കണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മുടെ ധ്രുവിനെ കുട്ടീനെ ഞാൻ ഇതിന് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അവന് ഇതൊക്കെ കണ്ടപ്പോൾ അവനിത് കാണണം, ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നോക്കും. അങ്ങനെ ഇപ്പോൾ അവനുള്ളത് അവൻ്റെ കാര്യങ്ങളും കൂടെ എനിക്കിപ്പോൾ ഒരു എക്സ്ട്രാ ജോലിയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ എൻ്റെ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ എങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ അവൻ പോയി കിടന്നുറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.